നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു ചോദ്യമാണ്, മക്കൾ മൂലം എന്തെങ്കിലും വിഷമം അമ്മമാർക്കുണ്ടായി കഴിഞ്ഞാൽ അമ്മമാരുടെ ആ ഒരു നോവ് മക്കൾക്ക് ശാപമായിട്ട് തീരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പലരുടെ ഇടയിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം അമ്മമാരും മക്കളും തമ്മിലുള്ള പ്രശ്നം ഇത് ചെറുപ്പത്തിലുള്ള പ്രശ്നമല്ല കേട്ടോ, മുതിർന്നു വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുക. ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇരു കൂട്ടർക്കും വിഷമമുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും. അതിലെ അമ്മമാർക്ക് അങ്ങനെ വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വിഷമം മക്കൾക്ക് ശാപമായിട്ട് മാറുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിപ്പോൾ മക്കൾ ഉപദ്രവിച്ചത് കൊണ്ടോ മക്കൾ വിഷമിപ്പിച്ചത് കൊണ്ടോ മാത്രമല്ല, ആര് ഉപദ്രവിച്ചാലും ആര് വേദനിപ്പിച്ചാലും ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാപമായിട്ടാണ് പരിണമിക്കുക. അത് നമ്മൾ മുൻപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അമ്മമാര് വിചാരിക്കണം, എൻ്റെ മകനാണ്, ഞാനൊക്കെയാണ് ഇങ്ങനെയൊക്കെ വളർത്തി ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇപ്പോൾ ശപിക്കുന്ന ആവശ്യമൊന്നുമില്ല എന്ന് മനസ്സറിഞ്ഞിട്ട് ശപിക്കാതിരിക്കണം. അല്ലാത്ത പക്ഷം അങ്ങനെ വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരിക്കും വേദനിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദോഷകരമായിട്ട് വരും എന്ന് തന്നെയാണ് പറയാട്ടോ. അപ്പോൾ പിന്നെ മക്കൾ ഉപദ്രവിക്കാതിരിക്കുക, അല്ലെങ്കിൽ അമ്മമാരെ അത് അറിഞ്ഞുകൊണ്ട് അവർക്ക് വിഷമമാകരുത്, ആ ശാപം ഏൽക്കരുതെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അതേ നിവൃത്തിയുള്ളൂ. ശരിക്കും രണ്ട് സന്ദർഭങ്ങളിലായിട്ടാണ് ഇതേപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുക. ഒന്നുകിൽ ഇപ്പോൾ അമ്മമാരോ ആരെങ്കിലും ആവട്ടെ, അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് ചിലപ്പോൾ നല്ല രീതിയിലായിരുന്നിരിക്കില്ല ജീവിച്ചു പോന്നിട്ടുണ്ടായിരിക്കാം. ഈ മക്കള് ചെറുപ്പകാലത്ത് അവരുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അവരുടെ മക്കൾ മുഖാന്തരം അനുഭവിക്കേണ്ടതായിട്ട് വരും. അതാണ് മുത്തശ്ശിക്ക് കുത്തിയ പാളയിൽ തന്നെ അത് തന്നെ മകൻ എടുത്തു വെക്കും, അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പറയലൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കാം. ഇതൊക്കെ അതാണ് പറയുന്നത്, നമ്മൾ എന്ത് പാപം ചെയ്തു കഴിഞ്ഞാലും നമ്മളത് അനുഭവിക്കും, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഇപ്പോൾ മക്കൾ മൂലം നമ്മൾ മക്കളായിരുന്നിട്ട് മറ്റുള്ളവർക്ക്, അതായത് മാതാപിതാക്കൾക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്ത് നിന്നും അത് ലഭിക്കുമെന്നാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. ഇതല്ലാതെ നന്മകൾ മാത്രം ചെയ്തിട്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ടും മക്കൾ മുഖാന്തരം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അമ്മമാരുമുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു ദിവസം ഒരു ഭക്ത വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ സമയത്ത് ഒരു അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിളിച്ചിട്ട് സംസാരിച്ചത്. കരഞ്ഞിട്ടാണ് അവർ സംസാരിക്കുന്നത്. കാരണം ഒരു മകനുണ്ട്, 9ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. പക്ഷേ ആ കുട്ടി ഈ അമ്മയുടെ അടുത്ത് വളരെ മോശപ്പെട്ടിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മോശം വാക്കുകൾ പറയുക, നിങ്ങൾ എന്നെ ഭരിക്കാൻ വരണ്ട എന്ന് പറയുക, അത് വളരെ മോശപ്പെട്ട രീതിയിലാണ് അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. അതായത് എന്താണോ നല്ല കാര്യങ്ങൾ അതൊന്നും ആ കുട്ടി ചെയ്യണില്ല, മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഈ അമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന് അറിഞ്ഞിട്ട് പിന്നെയും ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ മുൻപൊന്നും ചെറിയ ക്ലാസ്സിലൊന്നും പഠിക്കുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, നല്ല കുട്ടിയായിരുന്നു, നന്നായി പഠിച്ചിരുന്നു, നല്ല സ്വഭാവമൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ഈ കുട്ടിക്ക് പല മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി എന്നാണ് പറയണത്. അപ്പോൾ ആ പഠിക്കുന്ന സ്കൂളുണ്ടല്ലോ, അത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്കൂളാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ കുട്ടിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം, അവിടെയുള്ള എല്ലാവരും ആ സ്ട്രിക്ട്നെസ് അതൊന്നും കുട്ടിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ അമ്മോട് പറഞ്ഞിട്ട് അമ്മ പിന്നെ നല്ല സ്ഥലത്ത് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, അവിടെയുള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ അവരുടെ അടുത്ത് ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ സഹി കെട്ടിട്ട് അവിടുന്ന് വേറെ സ്കൂളിലേക്ക് മാറ്റി. കുറച്ചുകൂടി ഫ്രീഡം കിട്ടി. അപ്പോൾ ഒന്നും കൂടെ വഷളായി കുട്ടിയുടെ അവസ്ഥ. അപ്പം അത്രയും മോശപ്പെട്ട ഒരു രീതിയിൽ കൂടിയാണ് ആ മകൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 9ാം ക്ലാസ് ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കണം. അപ്പം അത്രയും വിഷമത്തിലാണ് അമ്മ. പിന്നെ ഈ കുട്ടിയാണെങ്കിലേ ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. 10-12 വർഷങ്ങളാണ്ട് കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതായപ്പോൾ എടുത്ത് വളർത്തിയ കുട്ടിയും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ ആ കുട്ടിയുടെ കാര്യത്തിൽ. അപ്പം എന്താ ചെയ്യേണ്ടത് ഇനി ഈ കുട്ടി നേരെയാകാനായിട്ട്? ഇനി അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ കരഞ്ഞിട്ടൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും കേൾക്കുന്നവർക്കും വിഷമം തോന്നും. അത്രയധികം ബുദ്ധിമുട്ട് ആ കുഞ്ഞിനെ കൊണ്ട്, ആ മകനെ കൊണ്ട് അമ്മ അനുഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ സ്വന്തമായിട്ട് പ്രസവിച്ചുണ്ടാക്കിയ വളർത്തിയ ആ കുട്ടികളുടെ അടുത്തുനിന്ന് പോലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ മക്കൾ മുഖാന്തരം ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ജന്മജന്മാന്തരങ്ങളായിട്ട് കിട്ടിയിട്ടുള്ള ദുരിതങ്ങളാണെന്നാണ് പറയുക.
അപ്പോൾ എന്ത് ചെയ്യണം? അത് ഇല്ലാതാക്കണം. ഭഗവാനെ സേവിക്കുക, അത് മാത്രമേ നമുക്ക് അതിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അതിൻ്റെ പരിഹാരം, ആ ദുരിതങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞതിന് ശേഷം അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാനായിട്ട്. പിന്നെ ചില കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഈ കുട്ടിക്ക് ഇത് അറിയാം, ഇതിനെടുത്ത് വളർത്തിയതാന്ന് ഈ കുട്ടിക്ക് അറിയാം, അപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. ഇതല്ലാതെയും വേറെ ഏതെങ്കിലും കൂട്ടുകെട്ടുകളൊക്കെ ചിലപ്പോൾ നല്ല കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ, നല്ല ഫ്രണ്ട്സ് ഒന്നും അല്ലെങ്കിൽ, നല്ല ചുറ്റുപാടുകളൊന്നും അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിനൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതൊക്കെ ആദ്യം അന്വേഷിച്ചറിയാം. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ആദ്യം അന്വേഷിച്ചറിയണം. അപ്പോൾ അതിനുള്ള ഒരു മരുന്നും കൂടെ, അതായത് അവർക്ക് മരുന്ന് ചിലപ്പോൾ സംസാരിച്ചിരിക്കുക, ആരെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാകുക, അവരെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആരെങ്കിലും ഉണ്ടാകുക, അങ്ങനെയായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നിസ്സാര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഈ അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ചിലൊരു ഈഗോ ഒക്കെ ഉണ്ടാകും ചിലവർക്ക്. അതുകൊണ്ട് എന്താണ്, അടുക്കില്ല പരസ്പരം രണ്ടുപേരും. അതായത് അച്ഛനും അമ്മയും അതേ ജീൻ തന്നെയാണല്ലോ കുട്ടികൾക്ക് ഉണ്ടാകുക. അതുകൊണ്ട് അതൊരു ഓപ്പോസിറ്റ് ആക്കുന്ന ഒരു എനർജി അവിടെ ഓട്ടോമാറ്റിക്കലി വരും, ഒരു ഈഗോ ആയിട്ട് അവിടെ മനസ്സിലുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കുക, ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. പിന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഐക്യമത്യ പുഷ്പാഞ്ജലിയാണ് കേട്ടോ. ഒരുവിധം എല്ലാ ക്ഷേത്ര കുട്ടിയമ്പലങ്ങളിലൊക്കെ ഉള്ളതാണ് ഐക്യമത്യ പുഷ്പാഞ്ജലി. അതിപ്പോൾ ഭാര്യ ഭർത്താവിന് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും നല്ല രീതിയിൽ ബന്ധം തുടർന്നുകൊണ്ട് പോകാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒന്നാണ് ഈ പശുവിനെയും കുട്ടീനെയും കൂടിയിട്ട് ദാനം ചെയ്യുക. പശുദാനം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ പശുവിനെയും കുട്ടീനെയും കൂട്ടിയിട്ട് നടക്കിയിരുത്തുന്നത്? അതേപോലെ തന്നെ. അപ്പോൾ അത് കറവയുള്ള പശുവിനെ വേണം കൊടുക്കാനായിട്ട്, കുഞ്ഞിൻ്റെ ഒപ്പം വേണം കൊടുക്കുക. അതായത് അമ്മ പശുവിനെയും പശുക്കുട്ടീനെയും കൂടെ ഒരുമിച്ചാണ് കൊടുക്കുക. അത് കൊമ്പും കുളമ്പൊക്കെ കെട്ടിയിട്ട് കൊടുക്കണം എന്നൊക്കെയാണ് പറയുക. അതായത് കൊമ്പ് സ്വർണ്ണം കെട്ടിയിട്ട്, കുളമ്പ് വെള്ളി കെട്ടിയിട്ട്, കഴുത്തിൽ സ്വർണ്ണമണിയൊക്കെ കെട്ടിയിട്ട്, പിന്നെ ഇത് പട്ട് വസ്ത്രം കൊണ്ട് പുതുപ്പിച്ചിട്ടൊക്കെയാണ് കൊടുക്കുക. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ അതൊക്കെ സ്വർണം അല്ലെങ്കിൽ പശുവിൻ്റെ വില അല്ലെങ്കിൽ സ്വർണം ഇതൊക്കെ വളരെ അത്രയും പൈസയൊക്കെ ഉള്ളവർക്കാണ് ചെയ്യാനായിട്ട് പറ്റുക. കടം വാങ്ങിയിട്ടൊന്നും ഒരിക്കലും ദാനം ചെയ്യരുതെന്നാണ് പറയുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ ആൾരൂപമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പശുവും കുട്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? പശുവും കുട്ടി എന്നൊക്കെ പറയുമ്പോൾ എത്ര സ്നേഹത്തോടെ നിൽക്കുന്നവരാണ് അമ്മ പശുക്കുട്ടിയൊക്കെ. അപ്പോൾ ആ സ്നേഹം അമ്മയും മക്കളും തമ്മിൽ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ സമർപ്പിക്കുക. യഥാശക്തി ഒരു വഴിപാട് ഭണ്ഡാരത്തിൽ ഇടാം. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് വഴിപാടായിട്ട്. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഇതൊക്കെ ഈ ദുരിതങ്ങളൊക്കെ മാറാനായിട്ട് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചാൽ മാത്രം മതി, ഭഗവാനെ സേവിച്ചാൽ മാത്രം മതി. എല്ലാത്തിനും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. വഴിപാടുകൾ ചെയ്യണം എന്താണ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതും കൂടെ ചേർത്ത് പറഞ്ഞത് കേട്ടോ. ഈ പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും വലിയ ഫലം ലഭിക്കുക. നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാം, ഈ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെ മാറ്റി തരാനായിട്ട്. അതൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ആ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഇവർക്കിടയിൽ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനായിട്ട് പരസ്പരം സംസാരിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കുക. എങ്കിൽ മാത്രമേ ഈ വിഷമമൊക്കെ മാറുള്ളൂ. കാരണം അമ്മയും മക്കളും തമ്മിലുള്ള ആ ബന്ധം എന്ന് പറയുന്നത് അത്രയും പരിശുദ്ധമായിട്ടുള്ള ബന്ധമാണ്. അത് അതേപോലെ തന്നെ കൊണ്ട് നടക്കേണ്ട കാര്യമാണ്. അത് ഈ രണ്ടു കൂട്ടരും വിചാരിക്കണം. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നത് മാത്രമേ ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം കാണിക്കുന്ന ഒരു അമ്മയും കുഞ്ഞിനെയും കുറിച്ച് പറയാം കേട്ടോ. ഒരു കഥയാണ്, നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെയും യശോദാമ്മയുടെയും ഒരു കഥാ സന്ദർഭമാണ്. ഭഗവാനെ ഉരലിലേക്ക് ഇട്ടിട്ടുല്ലോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മരമൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ആ മരത്തിൻ്റെ മുകളിൽ കൂടെ ഭഗവാനൊക്കെ ഇങ്ങനെ പോയിട്ട് ആ ഒരു സന്ദർഭമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഇന്ദ്രയാഗമൊക്കെ നടക്കുന്ന സമയമാണ്. അവിടെ വിശിഷ്ടാതിഥിയായിട്ട് കുന്തിദേവിയാണ്. ഇത് വിശിഷ്ടാതിഥി ഹസ്തിനപുരത്തെ രാജ്ഞി കുന്തിദേവിനെയാണ് ക്ഷണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുന്തിദേവി വരുന്ന സമയത്ത് സ്വീകരിക്കാനായിട്ട് നന്ദഗോപരെ കുറച്ച് ഗോപസ്ത്രീകളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതായത് കാളിന്തിയുടെ തീരത്തൊക്കെ കൊണ്ടുപോയി അവിടെ പോയിട്ട് നിൽക്കുക, കുന്തിദേവി വരുമ്പോൾ അവരെ സ്വീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് പലർക്കും. അപ്പോൾ കുന്തിദേവി വന്നു നിൽക്കുന്ന സമയത്ത് ഒരാളൊരു മഴുവായിട്ട് പോകുന്നുണ്ട്. അപ്പം എങ്ങോട്ടൊക്കെയായി മഴുവായിട്ട് പോണേന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുന്തിദേവിയുടെ അടുത്ത് പറഞ്ഞു, അതെ ഭഗവാൻ ഇങ്ങനെ മരമൊക്കെ ഇങ്ങനെ പിഴുതിറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഭഗവാനും പോയിട്ട് കിടക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ കുന്തിദേവി അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ
ഭഗവാൻ അതാ അവിടെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു എന്താ പറയുക, ആകെ അബദ്ധമായി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണം, പേടിച്ച് വരച്ചിട്ട്. അതായത് ഉരല് കെട്ടിയിട്ടുള്ള ആ ഒരു വലിച്ചു കൊണ്ടുപോയത് വേറെ, മരങ്ങൾ പിഴുതു കഴിഞ്ഞത് വേറെ. ഇനിയിപ്പോൾ യശോദാമ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞാലോ വഴക്ക് പറഞ്ഞാലോ എന്നുള്ള പേടിച്ച് വിറച്ചിട്ടാണ് ഭഗവാൻ ഇങ്ങനെ നിൽക്കണത് കേട്ടോ. ഇത് കുന്തിദേവി ഇതിനെ പറ്റി പിന്നീട് ഒരിക്കലും പറയുന്നുണ്ട്. ഭഗവാനെ അന്ന് അഭിനയിച്ച ആ ഒരു പേടി എന്ത് രസമായിട്ടായിരുന്നു ഭഗവാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നത്, പേടിച്ച് വിറച്ചിട്ട് നന്നായി ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് കുന്തിദേവി പറയും. അപ്പൊ അങ്ങനെ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ അവിടെ ഇങ്ങനെ പേടിച്ച് വിറച്ചിട്ട് നിൽക്കുന്നത്. യശോദാമ്മയാണെങ്കിലോ അതിനേക്കാളും പേടിച്ചിട്ടാ. കാരണം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നാണ് യശോദാമ്മ വിചാരിച്ചിരിക്കണേ. ഇത് പോരാത്തതിനെ നന്ദഗോപൻ അങ്ങനെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ, ഈ ഒരു കലം പൊട്ടിച്ചതിനാണോ ഇങ്ങനെ ഉരല് കെട്ടിയിട്ടൊക്കെ ചെയ്തത്, കെട്ടിയിട്ടുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ ആ പേടിയിലാണ് യശോദാമ്മ ഇരിക്കണത്. അപ്പോഴേക്കും നന്ദഗോപുരമൊക്കെ വന്നു, കുട്ടീനെയൊക്കെ അതിൻ്റെ അടുത്ത് ഒക്കെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. വേഗം യശോദാമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. യശോദാമ്മയ്ക്ക് സമാധാനമായി നോക്കിയപ്പോൾ. അങ്ങനെ കുന്തിദേവിനെയൊക്കെ സ്വീകരിച്ചിരുത്തി അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോപികമാരൊക്കെ ചുറ്റിലും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഭഗവാനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കിട്ടി ഗോപികമാർക്ക്. അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി. അവർ കുറേ നേരമായി ഭഗവാനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, കയ്യിൽ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഗോപിക പറഞ്ഞു, ഭഗവാന്റെ അടുത്ത് പറയാ, കൃഷ്ണ ഒന്ന് അങ്ങോട്ട് ഓടൂ, ഒന്ന് ഇങ്ങോട്ട് ഓടൂ, ഒന്ന് ഇങ്ങോട്ട് ചാടൂ, ഒന്ന് അങ്ങോട്ട് ചാടൂ, ഒന്ന് ഇരിക്കൂ, ഒന്ന് നിൽക്കൂ, ഇങ്ങനെയൊക്കെ ഭഗവാന്റെ അടുത്ത് പറയാം. നമ്മുടെ ആൾ അതിനനുസരിച്ച് ഒക്കെ നിന്ന് കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭഗവാൻ കേട്ടോ. കാരണം ഇതവിടെ പോയി വീഴുകയൊക്കെ ചെയ്തില്ലേ, എന്തെങ്കിലുമൊക്കെ പറ്റിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ലേ, കുട്ടികളൊക്കെ വീണ് കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് നടക്കൂ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഭഗവാനും അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലായി ഭഗവാന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരം കളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഗോപസ്ത്രീകളുണ്ടല്ലോ, ഇവരുടെ ഈ ഉത്തിരിയം, ഈ തലയിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ള ഉത്തിരിയം, അതിങ്ങനെ ഒരു വാല് പോലെ ഇങ്ങനെ നീണ്ടു കിടക്കും, അത്രയും നീളമുള്ളതൊക്കെ അവരുടെ. അപ്പോൾ അതിൻ്റെ ആ തലപ്പ് പിടിച്ചിട്ട് ഭഗവാന്റെ അരയിൽ ഒരാൾ കെട്ടി. വേറൊരു ഗോപിക വന്നിട്ട് അവരുടെയും ആ ഉത്തരേയതിൻ്റെ തലപ്പെടുത്തിട്ട് ഭഗവാന്റെ അരയിൽ അങ്ങോട്ട് കെട്ടി. അങ്ങനെ ഓരോരുത്തരായിട്ട് അവിടെ വന്നിട്ടുള്ള ഒരുവിധം എല്ലാവരും ഭഗവാന്റെ അരയിൽ കെട്ടിട്ടോ. ഒരു ഗോപിക അങ്ങോട്ട് വലിക്കും, ഭഗവാൻ അങ്ങോട്ട് ഓടിപ്പോകും. അപ്പോഴേക്കും ഒരാൾ ഇങ്ങോട്ട് വലിക്കും, ഭഗവാൻ ഇങ്ങോട്ട് ഓടിപ്പോകും. അങ്ങനെ അവിടെ ആകെ ഓട്ടം, എല്ലാവരും കൂടെ അരയിൽ ഇങ്ങനെ കെട്ടിയപ്പോൾ ഒരു പമ്പരം പോലെ ഭഗവാൻ നിന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളി ഇങ്ങനെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഒരു ഗോപസ്ത്രീ ഇങ്ങനെ ബഹളം കേട്ടിട്ട് ഓടി വരികയാണ് ഇങ്ങോട്ടേക്ക് കേട്ടോ. അപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ ചോദിച്ചു, അയ്യോ കൃഷ്ണ നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നീ ഇങ്ങനെ ഓടി വരണേ ചോദിച്ചു. അല്ല ഞാൻ അവിടെ ഇങ്ങനെ ബഹളം കേട്ടപ്പോഴേ അവിടെ കുന്തിദേവിയൊക്കെ ഒന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് കാളിന്തിയുടെ തീരത്തായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ മരം വീഴലും നീ അതിൻ്റെ ഉള്ളിൽ പെട്ടു എന്നൊക്കെ അറിഞ്ഞത്. അപ്പം ഞാൻ ആ ബഹളത്തിൽ വെപ്രാളത്തിൽ ഇങ്ങോട്ട് ഓടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലോ, നീ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം നമുക്ക് വിശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞു. അതല്ല കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തേ ചോദിച്ചു, നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ ഗോപശ്രീ പറഞ്ഞു, അതെ ഞാനവിടെ നിൽക്കുകയായിരുന്നല്ലോ, ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബഹളമൊക്കെ കേട്ടപ്പോൾ ഞാൻ ഈ ആ വെപ്രാളത്തിൽ ഓടി വരുമ്പോൾ ചെരുപ്പിടാനായിട്ട് മറന്നുപോയി. നീ ഒരു ഉപകാരം ചെയ്യുമോ, ആ ചെരുപ്പ് ഒന്നും കൂടെ എടുത്തു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു കേട്ടോ. ഇതാണോ കാര്യം, ഇത്ര നിസ്സാരമായ കാര്യത്തിനാണോ നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒറ്റവട്ടം കാളിന്തിര അടിക്കാം. അങ്ങനെ പോയപ്പോൾ അവിടെ ചെരുപ്പ് കിടക്കുന്നുണ്ട്, അതൊരു വടിയിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് കൊണ്ടുവരുമല്ലോ, ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് അങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് ഈ ഗോപിയേക്ക് കൊടുക്കണം കേട്ടോ. ഇതാ നിന്റെ ചെരുപ്പ്, ഒരു കാര്യം ചെയ്യും, കുളിക്കുന്ന സമയത്തെ വല്ലപ്പോഴൊക്കെ ഈ ചെരുപ്പൊന്ന് കഴുകൂ, എത്ര ചളിയാണ് ഇതിലിരിക്കണത്, എത്ര മുഷിഞ്ഞിട്ടാണ് ഇതിരിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് അത് അങ്ങനെ ഇട്ട് കൊടുത്തു. ഗോപശ്രീ അങ്ങോട്ട് ഒന്ന് നോക്കിട്ടോ, എന്താ കൃഷ്ണ നീ കാണിച്ചിരിക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്തേ ഇത് നിന്റെ ചെരുപ്പല്ലേ, ഇതേ കിടക്കുന്നത് ഇവിടെ ചെരുപ്പ് എന്ന് പറഞ്ഞു. അതല്ല, ഇത് ഒരു ചെരുപ്പല്ലേ ഉള്ളൂ, ഒരു ചെരുപ്പ് ആരെങ്കിലും ഇട്ട് നടക്കുമോ, 2 ചെരുപ്പ് കൊണ്ടുവന്നാലല്ലേ അത് കാലിലിട്ട് നടക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറയണേ, നീ ഒരു ചെരുപ്പ് എടുത്തു കൊണ്ടുവരൂ എന്നല്ലേ പറഞ്ഞത്, ആ ചെരുപ്പ് അവിടെ കിടക്കേണ്ടത് ഒന്ന് എടുത്തു കൊണ്ടുവരൂ എന്നല്ലേ പറഞ്ഞേ, 2 കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ, 2 കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്കത് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപി പറഞ്ഞു, ഇപ്പം എന്താ ചെയ്യുക കൃഷ്ണ, ഇതെടുക്കാനായിട്ട് പിന്നെയും ഞാനത് വഴി നടന്നു പോകണ്ടേ, എനിക്ക് വയ്യ, നീ അതും കൂടെ ഒന്ന് എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. പറ്റില്ല, എനിക്കതൊന്നും പറ്റില്ല, വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഇതിട്ടിട്ട് അതുവഴി നടന്നു പൊക്കോ, എന്നിട്ട് ചെരുപ്പ് എടുത്തിട്ട് നിന്റെ വീട്ടിലേക്ക് അതുവഴി അങ്ങടെ തിരിഞ്ഞു പൊക്കോ, പിന്നെ ഇങ്ങോട്ട് വരികയെ വേണ്ടെന്ന് പറഞ്ഞു. ഗോപശ്രീ എന്താ ചെയ്യുക, ഇനി ഒരു നിവൃത്തിയുമില്ല, ഭഗവാൻ ഓൾറെഡി ഒരു തവണ പോയി വന്നില്ലേ, ശരിക്കും പറയാത്തത് കൊണ്ടാണെന്നാണല്ലോ ഭഗവാൻ കംപ്ലൈൻറ്റ് പറയണത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഗോപസ്ത്രീ ഒരു കാലിലെ ചെരുപ്പ് ഇട്ടിട്ട് തെത്തവും പിത്തവും എന്നുള്ള രീതിയിൽ ഒരു കാലിൽ ചെരുപ്പിട്ട് നടക്കുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയായിട്ട് കാളിന്തിയുടെ തീരത്ത് പോയിട്ട് പിന്നെയും ചെരുപ്പെടുത്ത് വരേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഗോപസ്ത്രീയെ
ചെരുപ്പ് എടുക്കാനായിട്ട് പിന്നെയും കാളിന്തിയുടെ തീരത്തേക്ക് കൊണ്ടുപോയ ഭഗവാന്റെ ഒരു കഥ. ഇനി രാഖി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. താമ്പൂലം വഴിപാട് ചെയ്യാനായിട്ട് വെറ്റിലയും അടയ്ക്കയും വാങ്ങിക്കൊണ്ടുവരണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. താമ്പൂലം വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റില അടയ്ക്ക നേതിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഷീട്ടാക്കാനായിട്ട് അഡ്വാൻസ് ആയിട്ട് ഷീട്ടാക്കാനായിട്ടാണ് സാധിക്കുക കേട്ടോ. അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ഭഗവാനെ നേദിക്കുക. ഒരു ദിവസത്തേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ദിവസത്തേക്ക് 2 രൂപയാണ്, അത് 30 ദിവസത്തേക്ക് മിനിമം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 30 ദിവസത്തേക്ക് ചെയ്യുമ്പോൾ എത്ര രൂപയാണ് വരിക? 60 രൂപ വരും. അപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ പോയിട്ടാണ് താമ്പൂലം വഴിപാട് ഷീട്ടാക്കേണ്ടത്. അത് 30 ദിവസത്തേക്കാണ് മിനിമം. ഒരു ദിവസത്തേക്ക് 2 രൂപ എന്നുള്ള നിരക്കിൽ ഒരു ദിവസമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഇത് ചെയ്യുന്നത് പലർക്കും പല പ്രാർത്ഥനകളാണ്. ഇത് ദാമ്പത്യകരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട്, വൈധവ്യം ബാധിക്കാതിരിക്കാനായിട്ട്, വിവാഹം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പലരും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചാണ്. പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ സമർപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് പുറമേ നിന്ന് കൊണ്ടുവരുന്നതൊന്നും അകത്തേക്ക് ആവശ്യങ്ങൾക്ക് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നവർക്ക് ചെയ്യാം, പക്ഷെ അത് അകത്തേക്ക് എടുക്കില്ല. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഷീട്ടാക്കാനായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ അത് ഭഗവാനെ നേദിക്കും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് താമ്പൂലം വഴിപാട് അല്ലെങ്കിൽ വെറ്റില അടയ്ക്ക നേദ്യത്തിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. അടുത്തത് സുശീല എന്നൊരു ഭക്ത പറഞ്ഞ ഒരു കാര്യമാണ്. അവർക്കുണ്ടായ ഒരു അനുഭവം അതിനി ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എല്ലാവരുടെ അടുത്തും പറയൂ എന്ന് പറഞ്ഞതാണ്. അതായത് അവർ വരുന്ന സമയത്ത്, ഗുരുവായൂർക്ക് വരുന്ന സമയത്ത് അവല് ഷീട്ടാക്കാന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവർ സാധാരണ ദാരിദ്ര്യം മാറാനായിട്ടും ദാരിദ്ര്യ ദുഃഖ ശമനത്തിനാണ് ഷീട്ടാക്കിയിട്ട് ആ വഴിപാട് ചെയ്യാറുള്ളത്. കൂടുതൽ പേരും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അതല്ലാതെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. എന്നാലും ദാരിദ്ര്യ ദുഃഖം മാറാൻ വേണ്ടിയിട്ടാണ് അവിലൊക്കെ ഭഗവാനെ സമർപ്പിക്കുക. അപ്പോൾ അത് ഷീട്ടാക്കാനായിട്ട്, അത് തൊഴാനായിട്ട് വന്ന സമയത്ത് ഈ അവില് അത്താഴപൂജയുടെ സമയത്താണല്ലോ, അത്താഴപൂജയ്ക്കാണല്ലോ പ്രസാദം ലഭിക്കുക. അപ്പോൾ വൈകിട്ടാണ്. അപ്പോൾ ഇവർ വൈകുന്നേരമാണ് എത്തിയത്. ആ സമയത്ത് ഷീട്ടാക്കാനായിട്ട് പോയപ്പോഴാണ് പറഞ്ഞത് വൈകുന്നേരം ഷീട്ടാക്കാൻ പറ്റില്ല, രാവിലെയാണ് ഷീട്ടാക്കേണ്ടത്. രാവിലെ ഷീട്ടാക്കിയാൽ മാത്രമാണ് വൈകുന്നേരം അന്ന് പ്രസാദം വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് നല്ല വിഷമമായി. കാരണം അത് അറിയണ്ടായിരുന്നില്ല. അവർക്കാണെങ്കിൽ അത് ചെയ്യാൻ വേണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഷീട്ടാക്കിയിട്ട് അന്ന്, ഇത് പിറ്റേ ദിവസം രാത്രിയാണ് അവർക്ക് അതിൻ്റെ പ്രസാദം വാങ്ങിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അധികമായിട്ട് ഇവിടെ നിൽക്കേണ്ടി വന്നു, താമസിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വരുന്നവരുണ്ടായിരിക്കും ഇത്ര ദിവസം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള വഴിപാടുകൾ പ്രത്യേകിച്ച് അവിലൊക്കെ ചെയ്യുമ്പോൾ അത് അറിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അവിലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അവിൽ ഷീട്ടാക്കുന്ന സമയത്തെ രാവിലത്തെ സമയമാണ് ഷീട്ടാക്കേണ്ടത്. അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായിട്ട് ഷീട്ടാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ അന്ന് ഷീട്ടാക്കിയതിൻ്റെ ആ ഒരു പ്രസാദം അന്ന് രാത്രി വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് വരിക. 25 രൂപയാണ് കേട്ടോ ഒരു അവില് ഷീട്ടാക്കാനായിട്ട് വരുന്നത്. അടുത്തത് പ്രകാശൻ എന്നൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഗുരുവായൂരിൽ വന്നിട്ട് മാലയിടണം എന്നൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു ഇഷ്ടം കൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ. അന്ന് അവർക്ക് വിവാഹം നടത്താനായിട്ട് സാധിച്ചില്ല. മനസ്സിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പലരും നിരവധി തവണ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണത്. അത് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്നുകൂടെ ഭഗവാന്റെ സന്നിധിയിൽ മാലയിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് മുൻപ് നേർന്നിട്ടുള്ളത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടായിരിക്കാം. ചിലപ്പോൾ പുതിയതായിട്ട് മനസ്സിൽ അങ്ങനെ തോന്നുന്ന ചിന്തകളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വിവാഹം ഷീട്ടാക്കുക. 750 രൂപയാണ് വിവാഹം ഷീട്ടാക്കാനായിട്ട് വേണ്ടത്. അത് ഷീട്ടാക്കി ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വന്ന് മാലയിടുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അത് ഭഗവാന് സമർപ്പിക്കുക. അപ്പോൾ അത് എല്ലാ തരത്തിലും ഭഗവാന് സമർപ്പിക്കുക. അതുകൊണ്ടാണ് വിവാഹം ഷീട്ടാക്കുക. ഇതിലെന്താ ചെയ്യുക? അവിടെ മണ്ഡപത്തിൻ്റെ അവിടെ വരിക, അവിടെ കോയ്മ ഉണ്ടാകും, അവരെ ഏൽപ്പിക്കുക. തുളസിമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഒന്നും കൂടെ വിവാഹം ചെയ്യുന്ന പോലെ, താലികെട്ടില്ലാട്ടോ, താലികെട്ട് ഓൾറെഡി ചെയ്തതാണല്ലോ, അതുകൊണ്ട് അത് ചെയ്യില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടാം. അപ്പം അങ്ങനെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ ഗുരുവായൂരപ്പന് വലിയ ഇഷ്ടമാണ്, നല്ല സന്തോഷമാണ്. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ചിട്ട് പിന്നെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു വരുന്നവരാണല്ലോ. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ ശരിക്കും ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നവർക്കും ഉള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇതേപോലെ തന്നെ വിവാഹം ഷീട്ടാക്കുക, വിവാഹം ചെയ്യുക. അവർക്ക് താലികെട്ടും കൂടെ ഉണ്ടായിരിക്കുന്നു മാത്രം. പിന്നെ ഷീട്ടാക്കുന്ന സമയത്ത് ഇത് 1 മാസം മുൻപ് വരെ ഷീട്ടാക്കാം. അതായത് വിവാഹം ഇന്നിപ്പോൾ 25-ാം തീയതിയാണ്.
അപ്പോൾ ഇന്നത്തെ വിവാഹം ഇതിന് കൃത്യം ഒരു മാസം മുൻപായിട്ട് നമുക്ക് ഷീട്ടാക്കാം. ഒരു മാസത്തെ ഒരു ഗ്യാപ്പിൽ, അല്ലെങ്കിൽ ഇവരെ തലേദിവസമൊക്കെയാണ് വന്നെങ്കിൽ അന്നും ബുക്ക് ചെയ്യാം കേട്ടോ. സെയിം ഡേയും ഷീട്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളാണ്, ഇപ്പം മുഹൂർത്തമൊക്കെ വളരെ നേരത്തെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു തിക്കും തിരക്ക് ഒഴിവാക്കാനൊക്കെ ആയിട്ട് തലേദിവസമൊക്കെ ഷീട്ടാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ആഗ്രഹമൊക്കെ ഉള്ളവർ ഭഗവാന്റെ മുന്നിലേക്ക് വന്നോളൂ, വിവാഹം ഷീട്ടാക്കിക്കോളൂ, ഭഗവാന്റെ മുന്നിൽ ഒന്നും കൂടെ മാല അണിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ അലങ്കാരം ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇത് മുൻകൂട്ടി ചെയ്തു വെച്ച വീഡിയോ ആയതുകൊണ്ടാണ് അലങ്കാരം പറയാത്തത് കേട്ടോ. നാളെ മുതൽ സാധാരണ പോലെ തന്നെ ആയിരിക്കും വീഡിയോ ഉണ്ടായിരിക്കാം, അലങ്കാരമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും ഭഗവാനെ എല്ലാവരും നന്നായിട്ട് വിളിക്കാം. അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള ഏത് പ്രശ്നമാണെങ്കിലും ഇതിനൊക്കെ ഭഗവാന്റെ അടുത്ത് പരിഹാരമുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നാമം ജപിച്ചോളൂ, ഭഗവാന്റെ അടുത്ത് വിഷമങ്ങളൊക്കെ പറഞ്ഞോളൂ. എല്ലാത്തിനും ഭഗവാൻ അതിനൊരു സൊല്യൂഷൻ അതുണ്ടാക്കി തരും. നാമമൊക്കെ നന്നായിട്ട് ജപിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.